ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് വളരെ ലൗഡായിട്ടും എനർജറ്റിക് ആയിട്ടും സംസാരിക്കുന്നതാണ്. അതിനെ നമുക്ക് ഒരു ബിസിനസ് കേരള എന്ന് മാത്രം ഒന്ന് പറയാൻ പറ്റുമോ? ലൗഡായിട്ട് റോബിന സംസാരിക്കുന്ന ഒരു സിഗ്നേച്ചർ ആണല്ലോ റോബിന്റെ ഉള്ളത്. സോ ബിസിനസ് കേരള എന്നൊന്ന് ഉറക്കെ ആ വ്യവസായം നമ്മൾ കൈവിട്ടുകളായിരുന്നു. കാരണം കൊറോണ വന്നിട്ട് പോലും ലോകത്തെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നപ്പോ മലയാളത്തിൽ നിന്ന് മാത്രമാണ് തുടർച്ചയായ റിലീസുകൾ ഉണ്ടായത്. ഞാൻ എന്റെ വ്യവസായം കൊണ്ട് പറയുന്നത് എനിക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ലോകത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും ഏറ്റവും ക്വാളിറ്റി ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് മലയാളത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒരു വർഷത്തിൽ ഏറ്റവും അധികം ചിത്രങ്ങൾ ഉണ്ടാവും. കണക്കെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാൽ കൂടി അപ്പോ നമ്മൾ ഈ വ്യവസായങ്ങളും സംരംഭങ്ങളും എല്ലാം തുടങ്ങി വെച്ചിട്ട് ഇങ്ങോട്ട് ഇനി ടൂറിസത്തിന്റെ കാര്യം പറയാൻ കേരളത്തിൽ ഒട്ടനവധി ആരാധകരുള്ള ഒരു സോഷ്യൽ മീഡിയ ഐറ്റം എന്നിങ്ങനെ ഏറെ സവിശേഷതകളുള്ള ഒരാളാണ് ആരതി. പക്ഷേ ഒരു ഇൻഡിപെൻഡന്റ് എന്റർപ്രൈസറായി ഒരു സക്സസ്ഫുൾ ബിസിനസ് വുമനായി നമ്മളിൽ എത്ര പേർക്കറിയാം ആരതി. ചെറിയ പ്രായത്തിൽ തന്നെ മികച്ചൊരു സംരംഭകയായി മാറിയിരിക്കുകയാണ് ആരതി പൊലിയുന്ന. 8 വർഷമായി ഫാഷൻ ഡിസൈനിങ് രംഗത്ത് പ്രവർത്തിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ ആരതി പൊലി കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചു. ഇന്ത്യൻ ഫാഷൻ ഫീൽഡിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 4 വർഷം മുമ്പാണ് സ്വന്തമായി ബിസിനസ് സാമ്രാജ്യം ആരതി കെട്ടിപ്പടുത്തത്. സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഫാഷൻ ഡിസൈനറായി ഇന്ന് ആരതി മാറിയിട്ടുണ്ട്. ഇന്നത്തെ യുവതലമുറയ്ക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് ആരതി. തന്റെ ചെറുപ്പം മുതലേ കണ്ട സ്വപ്നം കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നിട്ടും തളരാതെ മുന്നോട്ട് പോയ ആരതി പോലീസ് എന്ന പേരിൽ സ്വന്തമായി ബുദ്ധിയുടെ ഉടമസ്ഥരാണ്. നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം യുവ സംരംഭക ആരതി പുരിയെ. Dr. Robin Radhakrishnan is also here. I invite to welcome him on stage as well. Yet another popular personality, I should say. For now, I am making Sri Akshay Shaji, the CEO of Business Player, Akshay, inviting you. ജയരാജനഗർ പഠന വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതിന്റെ അവാർഡ് വാങ്ങിയ വന്നതിൽ ആദ്യത്തെ സ്ത്രീയാണ്, യങ് വുമൺ ആണ്, വെരി വെരി സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആണ്. ഓക്കെ, എന്റെ കയ്യിൽ ഒരു മൈക്കുണ്ട്. രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ അവസരം കൊടുക്കാൻ പറ്റാത്ത സമയത്തിന്റെ റെസ്ട്രിക്ഷൻ സംസാരിച്ചില്ലെങ്കിൽ ഈ ക്യാമറ ചേട്ടന്മാരെ വെറുതെ വരില്ല എന്നുള്ളതുകൊണ്ട് മൈക്ക് ഞാൻ റോബിന് തരണോ ആദ്യക്ക് തരണോ? ആരതിക്ക് വേണ്ടി റോബിൻ സംസാരിക്കുമോ? ആരതിക്കാണ് അവാർഡ്. അപ്പൊ ആരതിൽ നിന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് കേരള അച്ചീവ്മെന്റ് അവാർഡ് 2023 എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. അതിലുപരി യങ് വുമൺ ക്രിയേറ്റീവ് ഓണ്ടർപ്രണർ ഓഫ് ദ ഇയർ എന്ന കാറ്റഗറിയിലാണ് എനിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. പൊടീസ് എന്നൊരു ബ്രാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 years കഴിയാണ്. ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ഒരു ബ്രാഞ്ച് ഇപ്പൊ പാലാരിവട്ടത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ട് പൊടീസ് വളരണം എന്നാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്റെ മാക്സിമം എഫേർട്ടും ഇടും. ഇതിന് പുറകിൽ ഒത്തിരി ഹാർഡ് വർക്കും എഫേർട്ടും സ്ട്രഗിളും ഒത്തിരി ആളുകളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. എന്റെ പേരൻസ്, എന്റെ അച്ഛൻ, അമ്മ, ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ട്. എന്റെ ഫിയാൻസി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഞാൻ വളരെ ലക്കിയാണ് ഇതുപോലെ സപ്പോർട്ടീവായിട്ട് ഒരു പാർട്ട്ണറിനെ കിട്ടിയതിൽ. ആൾക്ക് ഇന്നൊരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. അതുപോലെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും, ഒരാളുടെ പേരായിട്ട് എനിക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും
ഹൃദയം നിറഞ്ഞ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സോ ബിസിനസ് കേരള അച്ചീവ്മെന്റ് അവാർഡ് 2023 സോ എന്റെ വൈഫിന് ദ യങ് വുമൻ ക്രിയേറ്റീവ് ഓൺടർപ്രണർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ഇയർ ന്യൂ ഇയറിന്റെ അന്നൊരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, ഈ ഇയർ അവസാനിക്കുന്നതിനകം ഒരു അവാർഡ് പുള്ളിക്കാരിക്ക് കിട്ടുമെന്നുള്ളത്. സോ അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പൊ സാധിച്ചത്. ഇതൊരു തുടക്കമാവട്ടെ, ഇനി ഒരുപാട് അവാർഡുകൾ ലഭിക്കാനായിട്ട് സാധിക്കട്ടെ. സോ എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും. സോ പൊടിയിര അടുത്തൊരു ബ്രാഞ്ച് പാലാരിവട്ടത്തെ ഈ ഒരു 10 days സ്റ്റാർട്ട് ചെയ്യാണ്. സോ പൊടിയിര ഈ ഒരു ബ്രാൻഡ് ഇന്റർനാഷണൽ ലെവലിൽ വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് EP ജയരാജൻ സാറിന്റെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് ഔട്ട് ഓഫ് ഇതെല്ലാം കഴിഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇന്റർനാഷണൽ റിപ്പോർട്ട്സ് പ്രകാരം, നമ്മുടെ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം കുറച്ച് റിസ്ക് ഏരിയയിലാണെന്ന് പറയുന്നുണ്ട്. സോ അപ്പം നമ്മുടെ ഇടുക്കി, പിന്നെ തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട എല്ലാം അഫക്റ്റ് ചെയ്യുമെന്ന് കേട്ടു. സോ അപ്പം ഞാൻ ട്രിവാൻഡ്രംകാരനാണെങ്കിൽ എറണാകുളത്താണ് താമസിക്കുന്ന. അപ്പം ഈ ഒരു കാര്യത്തിൽ ടെൻഷനുണ്ട് എല്ലാവരുടെ കാര്യത്തിലും. അപ്പം ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ